ഹലോ മൈ ഡിയേഴ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂകാംബികയിലാണ്. നമ്മുടെ കഴിഞ്ഞ വ്ലോഗ്, അതായത് കുളജാദ്രി വ്ലോഗ് കണ്ട ആൾക്കാർക്കറിയാം. ഞാൻ മൂകാംബികയിൽ എത്തിയിട്ട് ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ രാവിലെ കുളിച്ചൊരുങ്ങി സെറ്റായിട്ട് നമ്മൾ അമ്പലത്തിൽ വന്നതാണ്. അമ്പലത്തിൽ വന്നു, ദർശനമൊക്കെ കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി കണ്ട അതേപോലത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം അവിടെ നിന്ന് കണ്ട് പ്രസാദമൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നിന്ന് കറങ്ങിയിട്ട് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ സ്ട്രെയിറ്റ് ടു മുരുടേശ്വർ ആൻഡ് ഉടുപ്പിയാണ്. നമ്മളെല്ലാവരും തന്നെ സാരിയും അതേപോലെ അച്ഛനും ചിറ്റപ്പനും നീലൊക്കെ മുണ്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ നല്ല റെഡി ആയിട്ടാണ് കേട്ടോ ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് പോകേണ്ടത് മുരുടേശ്വര ഉടുപ്പിയൊക്കെയാണ്. സോ നമ്മളിവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ബാക്കി ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളിവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ടാക്സിയിൽ നിന്നാണ് നമ്മൾ മുരുടേശ്വർ ഉടുപ്പി ഈ കണ്ടിന്യൂസ് ഈ ഒരു ട്രിപ്പ് പോകുന്നത്. നമ്മൾ മുരുടേശ്വർ ഉടുപ്പി ആൻഡ് അവിടുന്ന് നമുക്ക് അടുത്ത ട്രെയിൻ ഉണ്ടായിരുന്നു മംഗലാപുരത്ത് നിന്നാണ്. സോ മംഗളൂരു റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് 7,000 ആയിരുന്നു കേട്ടോ. കാരണം മംഗളൂരു വരെ റെയിൽവേ സ്റ്റേഷൻ വരെ നമ്മളെ ഡ്രോപ്പ് ചെയ്തത് കാരണമാണ് 7,000 വന്നത് ഒരു വണ്ടിക്ക് നമുക്ക് വന്ന ചാർജ്. സോ അങ്ങനെ നമ്മൾ മുരുടേശ്വർ എടുത്തിട്ടുണ്ട്. ഇതാണ് മുരുടേശ്വർ അമ്പലം. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആൻഡ് അതേപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് പതിയെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവാം. കടൽ തീരത്താണ് ഈ അമ്പലം ഉള്ളത്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളത് എപ്പോഴും കാണുന്ന ആ ശിവൻ്റെ ഒരു സ്റ്റാച്ചു, അതാണ് ആ ബാക്കിൽ കാണുന്നത്. നമ്മൾ അവിടേക്കൊക്കെ പോകണം. ആദ്യം നമ്മൾ അമ്പലത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കവിടെ ചെരുപ്പൊക്കെ വെക്കാനായിട്ടുള്ള ഒരു കൗണ്ടർ പോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചെരുപ്പൊക്കെ അവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. നല്ല രീതിയിൽ കാറ്റുണ്ട്, പക്ഷെ അതേപോലെ നല്ല രീതിയിൽ തന്നെ ചൂടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ അകത്തേക്ക് പോവുകയാണ്, ദർശനത്തിന് പോവുകയാണ്. പിന്നെ ഇത്രയും ചൂട് പുറത്തുണ്ടെങ്കിലും അമ്പലത്തിനകം ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് കേട്ടോ. നല്ല നല്ല തണുപ്പാണ്, നല്ല രീതിയിൽ എയർ കണ്ടീഷൻ. കാരണം അത്രയ്ക്ക് ചൂടാണ്. അമ്പലം ഫുള്ളി കല്ലിൽ ഉള്ളതായത് കാരണം നല്ല രീതിയിൽ ഈ ഒരു AC സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, അവിടെ എങ്ങും നിൽക്കാനേ പറ്റത്തില്ല. ഇപ്പം ഇതാണ് നമ്മൾ ആ കണ്ട ഒരു കവാടമാണ് കേട്ടോ. നമ്മൾ തിരിച്ചിറങ്ങിയത് ആ കവാടത്തിൽ കൂടെ തന്നെയാണ്. 2 സൈഡിൽ ആനയൊക്കെ ആയിട്ട് ഇതുവഴി ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് ഏറ്റവും മുകളിലെത്താം. ഈ ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലൊക്കെ എത്താൻ പറ്റും. അവിടെ ചെന്ന് കഴിയുമ്പം ഈ ഒരു കടലും ഒക്കെ ആകുമ്പോൾ വലിയൊരു വ്യൂ ആണ്. അപ്പോൾ അത് കാണാനായിട്ട് അതിന് കയറാൻ തന്നെ നല്ല തിരക്കും ആളൊക്കെ ആയിരുന്നു. സോ നമ്മൾ പിന്നെ അതിന് ക്യൂ ഒന്നും നിൽക്കാൻ പോയില്ല. കാരണം നമുക്ക് നമ്മുടെ ട്രെയിനും കാര്യങ്ങളും നമ്മളൊരു കറക്റ്റ് ഒരു ചാർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നമ്മളവിടെ നിന്ന് നോക്കി ഭയങ്കര തിരക്കായത് കാരണം നമ്മളവിടെ കയറാനൊന്നും നിന്നില്ല. നമ്മൾ പുറത്ത് നിന്ന് ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി അടുത്തത് പോകുന്നത് നമ്മൾ ആ ശിവൻ്റെ ഒരു സ്റ്റാച്ചു നമ്മൾ കാണുമല്ലോ, അങ്ങോട്ടേക്കാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കടൽ കയറിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അതേപോലെ കുറച്ച് ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട്. ഇത് അവിടെ നമ്മുടെ മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ആരും പോകുന്നതൊന്നും നമ്മൾ കണ്ടില്ല, അവിടെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ വെള്ളത്തിലിങ്ങനെ കടലിൽ കളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മേ ബി ഇവിടെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ വന്നത് കുറച്ച് നേരത്തെ രാവിലെ ആയത് കാരണം അതൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വാട്ടർ സ്പോർട്സൊക്കെ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് കുറേ നേരം ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആ ശിവൻ്റെ സ്റ്റാച്യു ഇല്ലേ, അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ശിവൻ സ്റ്റാച്യുവിൽ ഇപ്പോൾ പെയിൻ്റ് അടി സംതിങ് മെയിൻ്റനൻസ് ഒക്കെ നടക്കുന്ന കാരണം ഫുള്ള് ഈ സ്ട്രക്ചറൊക്കെ വെച്ചേക്കാണ് കേട്ടോ അവിടെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഫോട്ടോസിനും വീഡിയോസിലൊക്കെ ചെറിയതായിട്ടൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാട്ടോ. ഈ ഒരു ഗോപുരത്തിൻ്റെ ഒരു ഹൈറ്റ് ഒന്ന് നോക്കിക്കേ, എന്ത് പൊക്കമാണെന്ന് നോക്ക്, ഭയങ്കര ഒരു പൊക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്മളെ ശിവയുടെ സ്റ്റാച്യൂയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ കുറേ കാര്യങ്ങൾ വേറെയും കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വേറൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മളിപ്പോൾ നിന്ന ആ ഒരു കടലിൻ്റെ ആ ഒരു സംഭവമുണ്ടല്ലോ, അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി നടന്നാൽ മതി കേട്ടോ. നമ്മളിവിടേക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കാമെന്ന്, നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിച്ചിരുന്നു. ഫുൾ ഒരു നമ്മുടെ സ്കഫോൾഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയേക്കാണ് അവിടെ. കറക്റ്റ് ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം ഈ ഇതൊക്കെ വെച്ചിട്ട് പണിയൊക്കെ നടക്കുന്ന കാരണമാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഓടുവാണ്, കാരണം അതേപോലെ ചുട്ടു പൊള്ളിക്കിടക്കാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ചില ആൾക്കാരൊക്കെ ചെരുപ്പിട്ടുകൊണ്ട് തന്നെയാണ് വരുന്നത്, ചില ആൾക്കാരൊന്നും ചെരുപ്പിടുന്നില്ല. അതെനിക്കൊന്നും അവരുടെ ചോയ്സാണ്. ചില ആൾക്കാർ ചെരുപ്പിട്ടുകൊണ്ട് കയറിയിട്ട് മുകളിൽ ചെരുപ്പ് കൂരിയിടും, അങ്ങനെയാണ്. അപ്പോൾ ഈ സ്റ്റെപ്പെല്ലാം കയറി മണ്ടയ്ക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ശിവയുടെ സ്റ്റാച്യു ഉള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. നമ്മൾ ഈ കണ്ട ആ ശിവ സ്റ്റാച്യു ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമുക്ക് അതിലേക്ക് ഉള്ളിലേക്ക് കയറാം. അതിനുള്ളിൽ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ സെറ്റപ്പാണ് ചെയ്ത് വെച്ചേക്കുന്നത്. മീൻസ് ശിവൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പക്ഷെ നല്ല അടിപൊളി സെറ്റപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പല കഥകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ഈ ഒരു മ്യൂസിയം എന്നാണ് അതിന് പറയുന്നത്. ഈ ഒരു മ്യൂസിയം ആണെങ്കിൽ ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. പിന്നെ അതേപോലെ നമ്മളിങ്ങനെ ഓരോ ഇതിൻ്റെ അടുക്ക വരുമ്പോഴും അത് എന്താണ് അതിൻ്റെ ഒരു കഥ, അല്ലെങ്കിൽ അതെന്താണ് അവരൊരു മീൻ ചെയ്യുന്നതെന്നുള്ളത് ഇങ്ങനെ ഫുള്ളി ഈ ഒരു ഓഡിയോ അവിടെ പ്ലേ ആവുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ഇംഗ്ലീഷിലാണ് പ്ലേ ആവുന്നത്, ഇംഗ്ലീഷിലുണ്ട് അല്ലാതെ വേറെ ലാംഗ്വേജിലുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ പ്ലേ ആവുമ്പോൾ നമുക്കത് കേൾക്കാൻ പറ്റും. നമ്മൾ ഓരോന്നിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മേ ബി അതെന്തോ സെൻസറോ സംതിങ് ആയിരിക്കും, നമ്മൾ ഓരോന്നിൻ്റെ അടുത്ത് ചെല്ലുമ്പം അതിങ്ങനെ പ്ലേ ആവും. അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് വേറൊരു അമ്പലമുണ്ട്, അവിടെയും കൂടെ പോയി തൊഴുതിട്ട് വരാം. പിന്നെ ഇവിടെ കുറേ ഇതേപോലത്തെ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മറ്റേ നമ്മുടെ അർജുനൻ കുതിരയെ പോകുന്ന സ്റ്റാച്യു ഉണ്ട്. പിന്നെ ദൂരെ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഒരു സൂര്യൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഇതുണ്ട്. നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പും അതേപോലെ കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കാണാൻ. ഇവിടെ നിന്നാലും നമുക്ക് ആ കടലൊക്കെ കാണാം, നല്ലൊരു അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മൾ ഇവിടെ കയറി തൊഴാനായിട്ട് പോവാണ്. ഇവിടെ നമ്മൾ കയറി തൊഴുതു. ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് സമയമായിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഉടുപ്പിയിലേക്കാണ്. ഉടുപ്പി ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് അതിൻ്റെ കവാടവും കാര്യങ്ങളൊക്കെ. ഒരു റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ, റോഡ് സൈഡിൽ തന്നെയാണ്. ഈ ഉടുപ്പി അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഉള്ളത് കൃഷ്ണനാണ്. സോ നമുക്ക് കൃഷ്ണനെ ഡയറക്റ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റില്ല, കൃഷ്ണൻ തിരിഞ്ഞിരിക്കുകയാണ്. സോ തിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഹോളിൽ കൂടെ ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്, ആ ഗ്രില്ലിൽ കൂടെ ജസ്റ്റ് ഒന്ന് കാണാം എന്നുള്ളതേ ഉള്ളൂ. സാധാരണ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന പോലെ നമുക്ക് ആ വിഗ്രഹം കാണാനോ അങ്ങനെയൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഗ്രില്ല് പോലെ ഉണ്ട്, ആ ഗ്രില്ലിൽ കൂടെ നമുക്കിങ്ങനെ നോക്കി കണ്ട് തൊഴുതിട്ട് പോകാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ എത്തി, നമ്മളിവിടുന്ന് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേതാണ് അമ്പലം എന്നൊന്നും ഒരു പിടി കിട്ടുന്നില്ല. എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ആർക്കും ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വരുന്നത്. സോ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് പോകേണ്ടത് എന്നുള്ളത്. പിന്നെ എല്ലാവരും പോകുന്ന വഴി തപ്പി നമ്മളും അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. ഇവിടുത്തെ ദർശനം എന്ന് പറഞ്ഞാൽ കുറേ ദൂരം ക്യൂ നിന്ന് നടന്നൊക്കെയാണ് കേട്ടോ കയറേണ്ടത്. പിന്നെ നമ്മുടെ ഒരു ഭാഗ്യത്തിന് ആ ടൈമിൽ അധികം തിരക്കും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പക്ഷേ ഈ ക്യൂ നിൽക്കേണ്ട സ്ഥലത്തൂടെ എല്ലാം തന്നെ നടന്ന് വേണം പോകാനായിട്ട്. കുറേ കറങ്ങിയാണ് നമ്മൾ കൃഷ്ണനെ ഒന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വെച്ചു ഇതാണോ അമ്പലം? അല്ല, ഇതല്ല അമ്പലം. ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിനാണ് അമ്പലം ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എവിടെയാണ് അമ്പലം, ഏത് സൈഡിലാണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. സെയിം അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഞങ്ങളും. പിന്നെ അങ്ങനെ
കയറി കുറച്ച് കറങ്ങി ഇങ്ങനെ ഓരോ വഴി കൂടെ കയറിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അതാണ് അമ്പലത്തിൻ്റെ ആ ഒരു കുളമാണ് കേട്ടോ അത്. ഇങ്ങനെ കുറച്ച് വഴി കൂടെ പോകും, പിന്നെ ഏതൊക്കെയോ ബിൽഡിങ്ങിൻ്റെ ഹാളിൻ്റെ ഒക്കെ അകത്തൂടെ നമ്മൾ കയറി പോകും, പിന്നെ എന്തോ ഒരു ബ്രിഡ്ജ് പോലുണ്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ പോകും. അങ്ങനെ കുറേ ദൂരം കറങ്ങി നടന്നിട്ടാണ് കേട്ടോ നമ്മളകത്ത് കൃഷ്ണനെ കാണാനായിട്ട് എത്തുന്നത്. ഇതിവിടെ കുറച്ച് തേരും സംഭവങ്ങളൊക്കെ 2-3 ഉണ്ട് കേട്ടോ, തേരും കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതുവഴി നടന്നാണ് പോകുന്നത്. വലിയ ക്യൂ ഒന്നുമില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ ഇതുവഴി തന്നെ നടന്നു പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു കുളമാണ്. ഒരു കുളത്തിലും ഉണ്ട് ഒരു രഥവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തൊക്കെ കയറി ദർശനമൊക്കെ കഴിഞ്ഞു. നമ്മൾ പുറത്തിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റേജിൽ കുറച്ച് പാട്ടും കാര്യങ്ങളും ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ നടക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു അമ്പലത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ്. ഇതൊക്കെ കണ്ടോ, നമ്മളെ ചെട്ടിനാട് തറവാട് പോലെയൊക്കെയാണ് കേട്ടോ. അതേപോലത്തെ ടൈൽസും അതേപോലത്തെ ഫ്ലോറിങ് അതേപോലെയാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു കൃഷ്ണൻ്റെ കുറേ വിഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെയൊക്കെ പോയി ഇങ്ങനെ നോക്കണം. പലതരം വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ഒരു ബോർഡെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ, ഉടുപ്പി അമ്പലത്തിൽ വരുന്ന ആൾക്കാർ ഇത് ഈ 2 അമ്പലത്തിലും കൂടെ പോകണം എന്നാണ്. ഇവിടെ നമുക്ക് ഒരു ആളിനെ പരിചയപ്പെട്ട് പുള്ളിയാണ് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. സോ ഇവിടെയും പോകണമെന്നാണ്. അങ്ങനെ നമ്മൾ അവിടെയും പോയി. നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. ഈ ഒരു കോമ്പൗണ്ട് തന്നെ ഉള്ള ഒരു അമ്പലങ്ങളാണ് കേട്ടോ അതും. പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് ആണ്, വലിയൊരു ഗോശാല തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗോശാലയിലും പോയി. അവിടെ ഒന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല, കാരണം അവിടെ വീഡിയോസ് ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാനത്. ഗോശാല ഉണ്ടായിരുന്നു, ഒരു വലിയ ഗോശാലയായിരുന്നു. അപ്പം നമ്മൾ അവിടെയും കൂടെ പോയിട്ടാണ് നമ്മുടെ ദർശനം കംപ്ലീറ്റ് ആയത്. ഇനി നമ്മൾ നേരെ പോകുന്നത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ഈവനിങ്ങോടെയാണ് അവിടെ എത്തിയത്. 8:30ക്കാണ്, നൈറ്റ് 8:30ക്കാണ് നമുക്ക് മംഗലാപുരത്ത് നിന്ന് ട്രെയിന് ടു കണ്ണൂരാണ്. കണ്ണൂർ മുത്തപ്പൻ അമ്പലത്തിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അവിടെയും കൂടെ പോയിട്ട് പിറ്റേ ദിവസം നമുക്ക് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ട്രെയിനാണ് നാട്ടിലേക്കുള്ളത്. അപ്പോൾ നമുക്കിനി കണ്ണൂർ മുത്തപ്പൻ അമ്പലത്തിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെ മുത്തപ്പൻ്റെ അമ്പലത്തേക്ക് തൊഴാനായിട്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 സൈഡിലും ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊരു വട്ടം ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ. ഏകദേശം 10 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ നമ്മളിവിടെ നദിയിലിറങ്ങി കൈയും കാലും ഒക്കെ ഒന്ന് കഴുകിയിട്ടാണ് പോകുന്നത്. നദിയിലിറങ്ങാന്ന് പറയുമ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അത്രയും പോർഷനിൽ മാത്രമേ നമുക്ക് ഇറങ്ങാനായിട്ട് വരത്തുള്ളൂ. എങ്കിൽ പോലും ആ ഒരു പടവിലൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, ഭയങ്കരമായിട്ട് തെന്നുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കാലും കഴുകി ഒന്ന് കഴുകി ജസ്റ്റ് വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോകണം കേട്ടോ. ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഇങ്ങനെ ഇവിടെ വന്ന് കൈയും കാലൊക്കെ കഴുകി വെള്ളമൊക്കെ കുടഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി ഞങ്ങൾ തൊഴുതിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഫ്രണ്ടിൽ നമ്മുടെ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള നദിയിൽ ഇതേപോലെ കുറേ ബോട്ടിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ ഡബിൾ ഡക്കറുള്ള ബോട്ടിംഗ് ഉണ്ട്, അല്ലാത്ത ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകുന്നിടത്താണ് അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1 അവർ ഉള്ള ഇതൊക്കെ ഉണ്ട്. 1 അവർ നമ്മളിങ്ങനെ ബോർഡിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഓരോ ടൈപ്പിൽ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ വലുതായിട്ടൊന്നും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. ഒരു ചെറിയ ഹൗസ് ബോട്ട് ടൈപ്പിലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ടൈപ്പിലത്തെ ബോട്ടൊക്കെ ഉണ്ട്. അരയന്നം പോലത്തെ ഷേപ്പിലെ ബോട്ടുണ്ട്, ഹൗസ് ബോട്ടിൻ്റെ ഷേപ്പിലത്തെ ഉണ്ട്, അങ്ങനെ കുറേ ടൈപ്പിലത്തെയൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ടൈപ്പ് സാധാരണ ബോട്ടുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രസാദം കഴിക്കാനാണ് കേട്ടോ. ഈ ഒരു ബോട്ടുണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു ഡബിൾ ഡക്കർ ബോട്ടാണ് കേട്ടോ. നിറച്ച് ആൾക്കാരും ഉണ്ട് അതിൽ. ബോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ ഞാനത് വീഡിയോ എടുത്താണ്. ഇനി നമുക്ക് പ്രസാദം കഴിക്കാനായിട്ട് പോകാം. ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് നമ്മുടെ ചുമന്ന പയറില്ലേ, ചുമന്ന പയർ പുഴുങ്ങിയതും പിന്നെ അതേപോലെ തേങ്ങായും അതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മൾ ആ പ്രസാദം കഴിച്ചിട്ടാണ് ഇവിടുന്ന് പോകുന്നത്.
നമ്മൾ പ്ലാൻ ചെയ്തത് കൂടാതെ വേറെ കുറച്ച് അമ്പലങ്ങളിലൂടെ പോകാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുത്തപ്പൻ്റെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. ഇതും ശിവഭഗവാന്റെ അമ്പലമാണ്. ഇതും ഒരുപാട് പഴയ ഒരു അമ്പലമാണ്. അപ്പം ഇവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോയത്. നമുക്ക് ഇവിടെയുള്ള ഈ ഓട്ടോക്കാരും അവരൊക്കെ പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ കേട്ടിട്ടുള്ള അമ്പലങ്ങളൊക്കെ തന്നെയാണ് ചിലതൊക്കെ നമുക്ക് ഒത്തിരി ദൂരെ ആയത് കാരണം നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊക്കെ ഉള്ളതാണ് അവർ കൊണ്ടുപോയിട്ട് കറക്റ്റ് സമയത്തിന് തന്നെ നമുക്ക് അടുത്ത നെക്സ്റ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞതാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ഭയങ്കര പഴയ ടൈപ്പുള്ള അമ്പലവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ എവിടെയും കൂടെ തൊഴുതിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ അതേപോലെ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എൻ്റെ അതേപോലെ ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യുക, സോ ദാറ്റ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സീ യു ദെൻ ബൈ.